ഹായ്, നമുക്ക് പാൽ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടാലോ? നമ്മളിന്ന് രാവിലെ പാൽ പൊറോട്ട ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ ചട്ടിയിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത്. എന്നിട്ട് ഒരു വാട്ടിയ വാഴയില വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ലെയർ പൊറോട്ട വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ കറി വെച്ച് കൊടുക്കുക. കുറുകിയ ചിക്കൻ കറിയാണ് ഇത്. ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ കുറുകിയത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയിലയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ഫില്ല് ചെയ്യാം. കുറേ ലെയർ വെക്കണ്ട കേട്ടോ, 2-3 ലെയർ വെച്ചാൽ മതി കേട്ടോ. കുറേ ലെയർ വെക്കുമ്പോൾ ആവി മുകളിലെത്തും വരൂല, അപ്പം അത്ര ടേസ്റ്റ് കിട്ടൂല. എന്നിട്ട് ഇതിൽ ഒരു 10-15 മിനിറ്റേ നമ്മളിത് ഗ്യാസിൽ വെക്കുന്നുള്ളൂ. എന്നിട്ട് രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടെ കൈയിട്ട് വാരി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഈ പാൽ പൊറോട്ടനെ കാണുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിൻ്റെ ശേഷം കറിവേപ്പില വെക്കുക, വാഴയില വെച്ച് അടച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ തീയിൽ ആവി കയറ്റി കൊടുത്താൽ അടിപൊളി പാൽ പൊറോട്ട കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇന്ന് നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മളെ ഇച്ചുക്കാക്കാണ്. ഇച്ചുക്കാക്കക്ക് ഫുഡിൽ അഭിപ്രായം പറയാനും ടേസ്റ്റൊക്കെ അറിയുന്ന ഒരാളാണ് ഇച്ചുക്കാക്ക. അപ്പോൾ ഇച്ചുക്കാക്ക ഇപ്പം വന്ന അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നറിയാം. ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.